ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് തമ്പനയിൽ കണ്ടതുപോലെ ഒരു സൈഡ് പ്ലീറ്റഡ് കുർത്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ രണ്ട് സാരിയാണ് യൂസ് ചെയ്യുന്നത്. പ്രിൻറ്റഡ് ആയിട്ട് വരുന്നത് മെയിൻ ഫാബ്രിക് ആയിട്ടും ഈ പ്ലെയിൻ സാരി നമുക്ക് ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഈ സാരിയുടെ ബോർഡേഴ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കാരണം നമ്മൾ ബോർഡർ യൂസ് ചെയ്യാതെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഈ ബോർഡേഴ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. നമുക്ക് സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാനും പറ്റും. ആ ഒരു രീതിയിലുള്ളൊരു കുർത്തിയാണ് ഈ ഒരു മോഡൽ വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം രണ്ട് സൈഡിലും നല്ല വീതി വരുന്ന ബോർഡറാണുള്ളത്. അപ്പോൾ രണ്ട് സൈഡിലെയും ബോർഡേഴ്സ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോട്ടൽ ലെങ്ത് എത്രയാണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു സാരി നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ മെഷർമെൻ്റ് എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം മാർക്ക് ചെയ്യുന്നത് ടോട്ടൽ ലെങ്ത് ആണ്. ടോട്ടൽ ലെങ്ത്ത് വന്നിട്ടുള്ളത് 44 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ 2 ഇഞ്ച് ഞാൻ അഡീഷണൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നോർമലി നമുക്ക് 1 ഇഞ്ച് മതി തയ്യൽ തുമ്പായിട്ട് ചേർക്കാനായിട്ട്. പക്ഷേ ഇത് നമ്മൾ ഇതേപോലെ പാനലൊക്കെ കട്ട് ചെയ്ത് വരുന്ന സമയത്ത് താഴെ എന്തെങ്കിലും ലെങ്ത്തിന് ഡിഫറൻസ് വരും. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 2 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 46 ഇഞ്ചാണ് നോർമൽ ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഷോൾഡറും ആം ഹോളും എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാം. മെഷർമെൻറ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മെഷർമെൻറ്റിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സെയിം മെഷർമെൻറ്റ് ഫോളോ ചെയ്താൽ മതി. ഇതൊരു 36 ബസ്റ്റ് സൈസൊക്കെ വരുന്ന ഒരു മെഷർമെൻറ്റിലാണ്, മീഡിയം ടു ലാർജ് വരുന്ന ഒരു മെഷർമെൻറ്റിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇനി അതെല്ലാം നിങ്ങളുടെ സ്വന്തം മെഷർമെൻറ്റിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. മെത്തേഡൊക്കെ സെയിം ആണ് വരാം. നിങ്ങളുടെ സ്വന്തം മെഷർമെൻറ്റ് യൂസ് ചെയ്തിട്ട് ഇതുപോലൊരു കുർത്തി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഇതുപോലെ നമുക്ക് വീട്ടിൽ പഴയ സാരി, അമ്മമാരുടെ സാരിയൊക്കെ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. മുൻപ് ഞാൻ ഒരു കോട്ടൺ മെറ്റീരിയൽ ഈ സെയിം മോഡൽ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് വീഡിയോസൊക്കെ ചെയ്യുന്നതിന് മുൻപാണ് ഞാൻ ആ ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും എനിക്ക് ഇതേപോലെ ഒന്ന് ചെയ്യണമെന്ന് കരുതിയിട്ടാണ് ഇത്തവണ സാരിയിലൊരു പരീക്ഷണം എന്നുള്ള രീതിയിൽ സാരി ഞാൻ എടുത്തിട്ടുള്ളത്. സാരി അത്യാവശ്യം വിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ്. നമുക്ക് ഈ ഒരു കരഭാഗം കൂടി പോയതുകൊണ്ടാണ്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം വീതി വരുന്നുണ്ട്. ഇനി അല്ല നിങ്ങൾക്ക് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 44 ഇഞ്ച് വിഡ്ത്ത് വരുന്ന മെറ്റീരിയൽ എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് പാനലാണ്. 4.5 ഇഞ്ചിലാണ് നമ്മൾ ഫ്രണ്ട് പാനൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 4 ഇഞ്ചാണ് നോർമൽ നമുക്ക് പാനലിൻ്റെ ഇത് വരുന്നത്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ചേർത്തിട്ടാണ് 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കി മെഷർമെൻ്റ് എല്ലാം സെയിം ആണ്. നമ്മുടെ ചെസ്റ്റ്, വേസ്റ്റ്, ആം ഹോള്, ഷോൾഡർ, അങ്ങനെ എല്ലാ മെഷർമെൻറ്റും സെയിം ആയിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഫ്രണ്ടിൽ വരുന്ന പാനലിൽ മാത്രമാണ് നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവുക. അതൊരു 4.5 ഇഞ്ചിൽ നമുക്ക് ഷോൾഡർ മുതൽ താഴെ ടോട്ടൽ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തല്ലോ, ആ ഒരു ലെങ്ത്ത് വരെ നമ്മൾ ഈ ഒരു 4.5 ഇഞ്ച് വീതിയിൽ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈന് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മാർക്കിങ് കഴിഞ്ഞു. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഷോൾഡറൊക്കെ ജോയിൻ്റ് ആയിട്ട് വരുന്ന ഭാഗം 2 പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഷോൾഡർ സ്ലോപ്പ് മുതൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള പാനൽ കട്ട് ചെയ്യരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളവിടെ പാനൽ വരച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാനുള്ളതാണ്. നമുക്ക് യോക്ക് പോർഷൻ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ശ്രദ്ധിച്ചിട്ട് ഈ ഒരു മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഭാഗങ്ങൾ മാത്രം നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അത്രയും ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ ഈ ഒരു ഫ്രണ്ടിലെ പാനൽ ഈ ഒരു രീതിയിൽ നമുക്ക് താഴ്ഭാഗം വരെ കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ കുർത്തിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഫ്രണ്ടും ബാക്കും ഒരേപോലെയാണ്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ പീസ് കിട്ടുക. ഫ്രണ്ട് പാനൽ 2 പീസായിട്ടും ബാക്കി വരുന്ന ഭാഗങ്ങളെല്ലാം 4 പീസായിട്ടും നമുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് സ്ലീവ്സ് ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. നോർമൽ സ്ലീവ്സ് ആണ് വെക്കുന്നത്.
ഞാൻ മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ വീതി ഞാൻ 9.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ ലെങ്ത്ത് വന്നിട്ട് 16 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഒരു 3/4 സ്ലീവിന് വേണ്ടിയിട്ടാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ചേർത്തിട്ടാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നോർമൽ സ്ലീവ്സ് ആണ്. നമുക്ക് ഇതേ അളവിൽ ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുക്കാനുണ്ട്. ഈ ഒരു സെയിം മെഷർമെൻറ്റിൽ തന്നെ നമുക്ക് ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കാം. സ്ലീവ്സ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനാവശ്യമുള്ള ലൈനിങ്ങും സെയിം മെഷർമെൻറ്റിൽ തന്നെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടോപ്പിൻ്റെ ലൈനിങ് ആയിട്ട് ഞാൻ പ്ലെയിൻ മെറ്റീരിയൽ എലൈനായിട്ടും കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ അതിൽ കാണിച്ചിട്ടില്ല. നോർമലി എല്ലാ വീഡിയോസിലും എലൈൻ കട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ മെഷർമെൻറ്റിനനുസരിച്ച് എലൈൻ ടോപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം ആദ്യം നമ്മുടെ പ്ലീറ്റ്സ് വരുന്ന ഭാഗം 4 പീസാണ് നമുക്ക് പ്ലീറ്റ്സ് വെക്കാനായിട്ടുള്ളത്. അതിൽ 1.5 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ പ്ലീറ്റ്സ് കൊടുക്കുക കേട്ടോ. 4 പീസിലും നമുക്ക് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ഒന്ന് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ യോക്കിലേക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഭാഗമാണ്. നമുക്ക് 2 സൈഡിലും തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ഇതേപോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നാല് പീസ് നമ്മൾ ഇതേപോലെ പ്ലീറ്റ്സ് വെച്ചതിന് ശേഷം നമ്മുടെ യോക്കിലേക്ക് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നമ്മൾ ഇതേപോലെ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. നമ്മുടെ ഫ്രണ്ട് പാനൽ നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ഈ 4 പീസും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാനുണ്ട്. നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നമുക്ക് 4 പീസും ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്രണ്ടിലെ പാനൽ നമ്മളൊരു 4.5 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ 2 പീസ്. അതിലൊരു പീസ് നമുക്ക് ഫ്രണ്ടിലേക്കും ഒരു പീസ് ബാക്കിലേക്കുമാണ് ആവശ്യമുള്ളത്. അതിലൊരു പീസ് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഷോൾഡർ മുതൽ താഴെ ഫുൾ ലെങ്ത്തിലും നമുക്ക് താഴെ കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നല്ല വശവും ചേർന്ന് വരുന്ന രീതിയിൽ വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ സൈഡിൽ വരുന്ന പ്ലീറ്റ്സ് വരുന്ന ഭാഗവും നമ്മുടെ ഈ പാനലിനോട് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളൊരു ടോപ്പ് സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്ന ഒരു മോഡലാണ്. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും തന്നെ നമുക്ക് വീഡിയോസ് നന്നായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾ സ്റ്റിച്ച് ചെയ്താൽ മതി. കൂടുതൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു മോഡലോ കാര്യങ്ങളോ ഒന്നുമല്ല, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു പാനൽ കട്ട് പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കൊണ്ട് നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. എപ്പോഴും നമ്മൾ ഒരേ മോഡൽ ഡ്രസ്സ് ഇടാതെ നമുക്ക് ഒരു കുറച്ച് വെറൈറ്റി ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണല്ലോ എപ്പോഴും ഭംഗി ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇതേപോലുള്ള മോഡൽസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ടായിരിക്കും കേട്ടോ നിങ്ങൾക്ക് കിട്ടുക. നമ്മൾ 2 സൈഡിലും നമ്മളത് ചെയ്തതിന് ശേഷം 2 പാനലും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നോർമൽ നെക്കൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്ക് ഞാനിവിടെ ക്യാൻവാസിലാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിലൊരു വി നെക്കാണ് കൊടുത്തിട്ടുള്ളത്. ഒരു 6 ഇഞ്ച് ലെങ്ത്തും 3.5 ഇഞ്ച് വീതിയുമാണ് നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് താഴെ ലൈനിങ്ങും വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്കിതേപോലെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നെക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. ഇനി അതെല്ലാം നിങ്ങൾക്ക് ക്യാൻവാസ് ഇല്ല, ലൈനിങ്ങിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ലൈനിങ്ങിൽ നെക്ക് മാർക്ക് ചെയ്തതിന് ശേഷം മെയിൻ ഫാബ്രിക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നീറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ രീതിയിൽ നമുക്ക് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ടോപ്പ് സ്റ്റിച്ച് കൂടി ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പം നെക്കിന് കുറച്ചും കൂടി ഒരു അട്രാക്ഷന് വേണ്ടിയിട്ട് ഞാനൊരു ലേസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മെറ്റീരിയലിന് മാച്ച് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ലേസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ലേസ് ഇതേപോലെ ഒന്ന് നെക്കിൻ്റെ സെയിം ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ബാക്ക് നെക്കും ചെയ്തെടുക്കുക. ബാക്കിലും ഇതേപോലെ ക്യാൻവാസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഫ്രണ്ടിൽ എല്ലാ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്കൊന്ന് ഫിനിഷ് ചെയ്യാം കേട്ടോ. ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഷോൾഡറും കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് നെക്കിലും ഇതേപോലെ ക്യാൻവാസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല വശത്ത്, ക്ലോത്തിൻ്റെ നല്ല വശത്ത് ക്യാൻവാസ് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേപോലെ ചെറിയ ചെറിയ കട്ടിങ് കൊടുത്തിട്ട് നമുക്കിതേപോലെ മറിച്ചെടുക്കാം. മറിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഷോൾഡർ കൂടി ജോയിൻ ചെയ്തിട്ടാണ് നെക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. തയ്യൽ തുമ്പ് പുറത്ത് കാണാത്ത രീതിയിൽ ഇതേപോലെ നമ്മുടെ ഫ്രണ്ടിലെ പീസും ബാക്ക് പീസും നല്ല വശവും ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് ബാക്ക് നെക്കിൻ്റെ ലൈനിങ്ങും നമ്മുടെ ക്യാൻവാസിൻ്റെ പീസും കൂടി ഇതുപോലെ നമ്മൾ മുന്നിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം കിട്ടും. ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ടില്ല, നല്ല ഭംഗിയിൽ നല്ല നീറ്റായിരിക്കും കാണാനായിട്ട്. പുറത്തൊന്നും തയ്യൽ തുമ്പോ കാര്യങ്ങളൊന്നും കാണൂല. നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് ബാക്ക് നെക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ ഇല്ലയെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ബാക്ക് നെക്ക് നമുക്ക് ഇതേപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നിങ്ങൾക്ക് നമ്മുടെ ക്യാൻവാസിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ഹെം ചെയ്തിട്ട് വെക്കാം. ഹെം ചെയ്ത് വെക്കുന്നതാണ് കുറച്ചുകൂടി നീറ്റായിട്ടുണ്ടാവുക. സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലത് ഹെം ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. ഞാൻ നെക്കിൽ കൊടുത്തിട്ടുള്ള ബാക്കി ലേസ് നമ്മുടെ രണ്ട് സൈഡിൽ ഫ്രണ്ട് പോർഷനിൽ മാത്രം രണ്ട് സൈഡിൽ പ്ലീറ്റ്സ് വരുന്ന ഭാഗത്ത് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അത്രേ ഉണ്ടായിരുന്നുള്ളൂ ലേസ് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് വെക്കാൻ എനിക്കിഷ്ടമുണ്ടായിരുന്നു, പക്ഷേ ലേസ് ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ഐഡിയ പിന്നെ തോന്നിയതാണ്. അല്ലെങ്കിൽ നമുക്ക് യോക്ക് പോർഷൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു ഭാഗത്ത് നമുക്ക് ഇതേപോലെ ലേസ് വെച്ച് കൊടുക്കായിരുന്നു. പക്ഷേ ലേസിൻ്റെ കുറച്ച് ലേസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ നെക്കിൽ മാത്രം വെക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ ബാക്കി വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയിട്ട് ഞാനതിൻ്റെ മുകളിൽ ചെയ്ത് കൊടുത്തത് കേട്ടോ. അപ്പം നമുക്ക് യോക്ക് പോർഷൻ ഇന്ന് ഞാൻ ലൈനിങ് കൂടി ചേർത്തിട്ട് യോക്ക് വരെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമ്മുടെ സ്ലീവാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. സ്ലീവിൽ ഞാൻ ലൈനിങ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് സ്ലീവ്സ് രണ്ട് സൈഡിലും നമുക്ക് സ്ലീവ്സ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ നോർമൽ ചെയ്യുന്നത് പോലെ തന്നെയാണ്. സെൻറ്റർ ഭാഗത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം രണ്ട് സൈഡിലേക്കും നമുക്ക് ഡബിൾ സ്റ്റിച്ച് വീതം ചെയ്തിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. ആദ്യം ഷോൾഡറിന് ഒരു സൈഡിലേക്ക്, അതിന് ശേഷം തിരിച്ച് വെച്ചിട്ട് മറ്റേ സൈഡും കൂടി ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് രണ്ട് സ്ലീവ്സും ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ സ്ലീവ്സിൻ്റെ അറ്റാച്ചിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ
മെഷർമെൻറ്റ് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് വിരിച്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത്രയാണ് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ വരുന്നത്. ഇനി ഇത്രയും ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാനാണുള്ളത്. ഇതേപോലെ ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സെയിം ഒരേ മോഡൽസ് തന്നെ സ്റ്റിച്ച് ചെയ്യാതെ വെറൈറ്റി ആയിട്ടുള്ള മോഡൽസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ അല്ലെന്നത് കമൻറ്റിൽ പറയാം കേട്ടോ. അതിനുശേഷം ഞാൻ ഇതേപോലെ 2 തവണ ഫോൾഡ് ചെയ്തിട്ട് താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈ ഡ്രസ്സ്. ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുള്ളത് ഈ സെയിം കളർ ഒരു ഗ്രേ കളറിലുള്ള ജഗ്ഗിൻസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ലേസൊക്കെ വെച്ചിട്ട് നെക്ക് നല്ല ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതേപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്